ഹായ് ഫ്രണ്ട്സ്, ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ് ഫയൽ റിക്കവറി ഓൾ റിക്കവറി ആപ്പ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇത് വളരെ ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നമ്മളെ ഫോണിൽ നിന്ന് എന്ത് ഫോട്ടോ, വീഡിയോസ്, ഡോക്യുമെൻറ്റ്സ്, എന്ത് ഫയൽ ഡിലീറ്റ് ചെയ്ത് പോയാലും എത്രയും പെട്ടെന്ന് നമുക്ക് തിരിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളെ ഫോൺ എടുത്ത് മുതലുള്ള ഇന്നത്തെ വരെയുള്ള ഉപയോഗിക്കുന്ന വരെയുള്ള ഫോട്ടോസ് എല്ലാം നിങ്ങൾക്ക് റിക്കവർ ചെയ്യാം. അപ്പോൾ കിടിലൻ വീഡിയോ ആണ്. വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്യുക. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും വെബ്സൈറ്റ് സന്ദർശിക്കുക. ഒട്ടനവധി സോഫ്റ്റ്വെയറും കാര്യങ്ങളെല്ലാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് ആപ്ലിക്കേഷന്, ഫയൽ റിക്കവറി ആപ്പ്. അപ്പോൾ ഓൾ റിക്കവറി ആപ്പ്. ഇതിൽ കുറച്ച് ആഡ്സൊക്കെ കാണും. കണ്ടിന്യൂ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ആപ്പിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ സിസ്റ്റം ലാംഗ്വേജ് നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ പറയും. അപ്പോൾ നിങ്ങൾ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. ഞാൻ ഇംഗ്ലീഷ് സെലക്ട് ചെയ്തു. അതിനുശേഷം ഇംഗ്ലീഷ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് വേറെ ഓപ്ഷനിലേക്ക് പോകേണ്ടതുണ്ട്. ഞാൻ ജസ്റ്റ് ഇംഗ്ലീഷ് സെലക്ട് ചെയ്തതിന് ശേഷം മേലെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കും. ഇപ്പോൾ ഡിലീറ്റഡ് ഫോട്ടോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. വീഡിയോ റിക്കവറി, ഓഡിയോ റിക്കവറി, അതുപോലെ ഡോക്യുമെൻറ്റ് റിക്കവറി. പിന്നെ ജങ്ക് ഫയൽ റിമൂവ് ചെയ്യാം, നമുക്ക് റിക്കവർ ചെയ്തെടുത്ത് കാണാം. ഇങ്ങനെ എല്ലാം നമുക്ക് കാണാൻ പറ്റും. സിമ്പിളായിട്ട് ജങ്ക് ഫയൽ, റിമൂവ്ഡ് ഫയൽ എല്ലാം നമുക്ക് കാണാൻ പറ്റും. നമ്മളെ ഫോണിൽ ഒരുപാട് ജങ്ക് ഫയൽ ഉണ്ടാവും. അതെല്ലാം നമുക്ക് ഒറ്റ ക്ലിക്കിൽ റിമൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ പെർമിഷൻ അലോ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പെർമിഷൻ അലോ ചെയ്യണം. ഇപ്പം നമ്മൾ ഫോട്ടോസ് മാത്രമാണ് റിക്കവർ ചെയ്യാൻ പോകുന്നത്. താഴെ കാണുന്ന ഓൾ റിക്കവറി എന്ന ഈ ഓപ്ഷനിൽ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഓൾ ഫയൽ ആക്സസ് നമുക്ക് അലോ ചെയ്യേണ്ടതുണ്ട്. അതിനായി നിങ്ങൾ ഇത് ഈ വീഡിയോ കാണിക്കുന്നത് പോലെ നിങ്ങൾ ഓൾ ഫയൽ ആക്സസ് അലോ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ടാപ്പ് ടു സ്റ്റാർട്ട് സ്കാനിങ്. നിങ്ങൾക്ക് ഇവിടെ ടാപ്പ് ചെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഫോട്ടോ റിക്കവറി ഓപ്പൺ ആയിട്ട് വരും. അതിൻ്റെ പ്രോസസ്സ് ഇപ്പോൾ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇപ്പോൾ തന്നെ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 200 ഫോട്ടോസിലേറെ സ്കാൻ ചെയ്തു. അങ്ങനെ നമ്മുടെ ഫോണിലുള്ള ഡിലീറ്റ് ആയിപ്പോയ എല്ലാ ഫയലും നമുക്ക് സിമ്പിളായിട്ട് ഇതിലൂടെ റിക്കവർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ തന്നെ ആയിട്ടുണ്ട് 449 ഫോട്ടോസ് ഇപ്പോൾ തന്നെ ആയിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ റിക്കവർ ചെയ്യാൻ പോകുന്നത് ഫോട്ടോസിൽ മാത്രം ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളൂ. വീഡിയോസ് ഉണ്ട്, ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, അതുപോലെ ഒരുപാട് ഫയൽസ് നമ്മളെ ഫോണിൽ നിന്ന് മിസ്സായ, നമ്മളെ ഫോൺ ഇതുപോലെ എന്തെങ്കിലും എററായി കറപ്റ്റായി പോയി, അല്ലെങ്കിൽ ഹാങ് ആയിപ്പോയി, ഒന്നും എടുക്കാൻ പറ്റാതായ അവസ്ഥയിൽ, അങ്ങനെല്ലാം നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ 30,000 ഫോട്ടോസിലധികം ഇവിടെ റിക്കവർ ആയി കഴിഞ്ഞു. ഇതൊക്കെ ഫോൺ എടുത്തത് മുതലുള്ള ഇതുവരെയുള്ള ഫോട്ടോസ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരുപാട് ഫയൽ ഇതേപോലെ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. ഇത് ഫോട്ടോസ് മാത്രമാണ് ഇപ്പോൾ റിക്കവർ ആയിട്ടുള്ളത്. അതിൻ്റെ ഓരോരോ ഐക്കണായിട്ട് ഏതെന്നെല്ലാം റിമൂവ് ആയി, ഏതെല്ലാം നമ്മുടെ ഫോൾഡറായി തിരിച്ചിട്ടാണ് റിക്കവർ ആവുന്നത്. അത് നമ്മളെ ഫോണത്തെ ഓരോ ഫോൾഡർ ഡൗൺലോഡ്, അതുപോലെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, തമ്പനെയിൽ, അങ്ങനെ ഓരോരോ ഫയൽ ഫോൾഡറായിട്ടാണ് നമുക്ക് റിക്കവറായി കിട്ടുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സീ യു നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, ബൈ ഫ്രണ്ട്സ്. അപ്പോൾ ഓൾ ഫയൽ റിക്കവറി സോഫ്റ്റ്വെയർ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം നോക്കാം നമ്മുടെ വെബ്സൈറ്റ് ത്രോ. അപ്പോൾ ആദ്യമായിട്ട് ഗൂഗിൾ ക്രോമിൽ പോവുക. ഗൂഗിൾ ക്രോമിൽ പോയിട്ട് നമ്മൾ ഇവിടെ സെർച്ച് ചെയ്യുക ടെക് വേൾഡ് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് കാണുന്നത് തന്നെ
ഈ വെബ്സൈറ്റ് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിലോട്ട് പോകും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓൾ ഫയൽ റിക്കവറി. ആൻഡ്രോയിഡിൻ്റെ ഒട്ടനവധി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എല്ലാം ഇവിടേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഓൾ ഫയൽ റിക്കവറി നമ്മൾ ക്ലിക്ക് ചെയ്യുക. പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഡൗൺലോഡ് എന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇമെയിൽ ഐ ഡി സെലക്ട് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോൾ നിങ്ങൾ ഇമെയിൽ ഐ ഡി സെലക്ട് ചെയ്യുക. അതിനുശേഷം സിമ്പിളായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ആവുന്നതാണ്. താങ്ക് യു ഗൈസ്.